ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രബ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിജ്ഞാപനം ഇറക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. PSCയുടെ യോഗ തീരുമാനത്തിൽ ഫിഷറീസ് ഓഫീസർ എന്ന പോസ്റ്റിനെ അതിനു വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കാനാണ് തീരുമാനം. അത് അടുത്ത മാസത്തോടു കൂടി മിക്കവാറും ആ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട സിലബസിന്റെ കാര്യങ്ങളും വേക്കൻസീസിന്റെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം പലർക്കും പല സംശയങ്ങളുമുണ്ട് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട്. ഇതെന്ത് പോസ്റ്റാണ്, അല്ലെങ്കിൽ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഇതിന്റെ വേക്കൻസീസ് ഉള്ള പോസ്റ്റ് ആണോ, ഇത് സ്റ്റേറ്റ് വൈഡ് ആണോ, ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് ഈ ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്നത്. ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു പോസ്റ്റാണ് എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ തവണ 2021 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഡിസംബർ 31 തീയതിയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്, ഫിഷറീസ് ഓഫീസർ. ഓക്കെ, സ്കെയിൽ ഓഫ് പേ 35,600 മുതൽ 75,400 വരെയാണ്. ഇപ്പോൾ അത് അടുത്ത നോട്ടിഫിക്കേഷനിൽ ചേഞ്ച് ആകാൻ നല്ല സാധ്യതയുണ്ട്. പഴയ ഒരു പേ സ്കെയിലാണ് ഇത്. ഓക്കെ, ഇത് സാധാരണഗതിയിൽ നമുക്ക് 18 മുതൽ 36 വയസ്സ് വരെയാണ് നമുക്കിത് എഴുതാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വേക്കൻസി നിങ്ങൾ ഇവിടെ ഒന്ന് പരിശോധിക്കണം. കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 28 വേക്കൻസിയാണ് വിളിച്ചത്. പലരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. പലരും ഇതിന് വേക്കൻസി ഇല്ലാത്ത പോസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടോളൂ, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ വിളിച്ച ഒരു വേക്കൻസിയാണ്. 28 വേക്കൻസിയാണ് കഴിഞ്ഞ തവണ ഇത് വിളിച്ചത്. അപ്പോൾ ആരെങ്കിലും ഇത് വേക്കൻസി ഇല്ലാത്ത പോസ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങളൊന്നും വേണ്ടണ്ട, നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ അവർക്ക് അയച്ചു കൊടുക്കുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പരീക്ഷ പാസ്സായാൽ എത്ര നിയമനം വരെ പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമുക്ക് ഇതുവരെ നടന്ന നോട്ടിഫിക്കേഷനിലെ അഡ്വൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ മതിയല്ലോ. നമുക്ക് നോക്കാം. ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. 2026 ആകുമ്പോഴേ ലിസ്റ്റ് അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള 25 വരെയുള്ള അഡ്വൈസിന്റെ നില നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ദേ നോക്കിക്കേ, 79 അഡ്വൈസുകളാണ് നിലവിൽ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാവുന്നതേ ഉള്ളൂ. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 79 ആണ്. 79 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. OC 65ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വേക്കൻസി ഉള്ള പോസ്റ്റ് ആണോ അതോ അല്ലാത്ത പോസ്റ്റ് ആണോ എന്നുള്ളത്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉള്ള വേക്കൻസി, എന്നാൽ അതിനുശേഷം ഇത് കൂടി എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഫിഷറീസ് ഓഫീസറിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാതിരിക്കാൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം അത്യാവശ്യം സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. നല്ല രീതിയിൽ തന്നെ നിയമനങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഇതൊരു സ്പെസിഫിക് വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റ് ജനറൽ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ പോലെയുള്ള വേക്കൻസികൾ ഉണ്ടാവില്ല. എന്നാൽ തീരെ കുറവാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഫീസർ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രൊജക്റ്റുകളിലും നമ്മൾ ഇൻവോൾവ് ആകും. നമ്മൾ പല അക്വാറ്റിക് സൈറ്റുകൾ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. പലതരത്തിലുള്ള ബോട്ടിംഗ് മെഷീൻസ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നിരവധി ജോലികളുള്ള ഒരു പോസ്റ്റാണ് ഈ ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം അതിന്റെ ചെറിയ ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു ഡ്യൂട്ടീസ് ആണ്. അങ്ങനെ നിരവധി ജോലികൾ നമുക്ക് ഈ ഫിഷറീസ് ഓഫീസർ എന്ന പോസ്റ്റിൽ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. അത്യാവശ്യം നിയമനമൊക്കെ നടക്കുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ ഈ അഡ്വൈസ് എന്നെല്ലാം കാണുമ്പോൾ ഇനിയിപ്പോൾ നെഗറ്റിവിറ്റി പറയാനുള്ള ചില ആൾക്കാർ വന്നിട്ട് നിങ്ങളോട് പറയും, കഴിഞ്ഞ വട്ടം ഇത്രയും നടന്നത് കൊണ്ട് ഇത്തവണ ഒട്ടും നടക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ. അവരെയൊക്കെ നമ്മൾ കേൾക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇനി അടുത്തത് നമ്മുടെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഈ സിലബസ് എന്താണ് എന്നുള്ളതാണ്. സിലബസിലേക്ക് പോകുന്നതിന് മുന്നേ
നമ്മുടെ ആ നോട്ടിഫിക്കേഷനിലേക്ക് നമ്മളൊന്ന് തിരികെ വരികയാണ്. ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? ഫിഷറീസ് ഓഫീസർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഫിഷറി സയൻസ്, അക്വാട്ടിക് ബയോളജി, മറൈൻ ബയോളജി ഇങ്ങനെയുള്ള ഒരു നിരവധി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി കോഴ്സുകൾ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ അക്വാട്ടിക് ബയോളജി സുവോളജിയുമായിട്ട് ഇക്വലൻസി ഉള്ളത് കൊണ്ട് സുവോളജി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. BSc സുവോളജി പഠിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ സുവോളജിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ സിലബസിലേക്ക് നമുക്ക് വരാം. ഇത് സുവോളജിയിൽ നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ്സ് അല്ല ഇതിനകത്തുള്ളത്. ഫിഷറീസ് ഓഫീസറിന്റെ പോസ്റ്റ് ആണ്. അതുകൊണ്ട് ഫിഷറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. സുവോളജി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്യുവർ സുവോളജി ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല ഇതിന്റെ അകത്ത് വരുന്നത്. അത് ഞാൻ ആദ്യമേ പറയാം. അപ്പൊ ഇത് കേട്ട് സുവോളജി കാൻഡിഡേറ്റ്സ് നിരുത്സാഹപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഏതാണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അതിനുള്ളൊരു സമയം നമുക്കുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. വ്യക്തമല്ലേ? ഇനിയിപ്പോ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നത് അതേ സബ്ജക്റ്റിൽ ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ പറയുന്ന ഫിഷറീസും അല്ലെങ്കിൽ സുവോളജി പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പൊ നിങ്ങൾ BSc വേറെ ഏതെങ്കിലും ഒരു ഏരിയ ആണ് ചെയ്തത്, മാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡിഗ്രിയാണ് ചെയ്തതെങ്കിൽ ഓക്കെ, അതും മതി. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും ഫിഷറീസ് പഠിച്ചവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു എക്സാം ആണ്. അതായത് നിങ്ങളുടെ റിലേറ്റഡ് ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു എക്സാം ആണ്. സുവോളജിക്കാരെ സംബന്ധിച്ച് സാധാരണ സുവോളജി പോസ്റ്റുകൾക്ക് ഉള്ളതുപോലെ അല്ല, ഇത് ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അല്ല സുവോളജിക്കാർക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആദ്യം മുതലേ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സിലബസിലേക്ക് പോകാം കേട്ടോ. ഫിഷറീസ് ഓഫീസറിന്റെ സിലബസ്, കഴിഞ്ഞ വട്ടത്തെ സിലബസ് ഇത്തവണ അത് മാറാൻ സാധ്യതയൊന്നുമില്ല. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ 100 മാർക്കിന്റെ സിലബസിൽ പൂർണ്ണമായും ഫിഷറീസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, പൂർണ്ണമായും ഫിഷറീസ് ആണ്. നോക്കൂ, ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കൂ, ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് 10 മാർക്ക്. ഫിഷറീസ് ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി രണ്ടാമത്തെ മൊഡ്യൂൾ. ഫിഷിംഗ് ഗിയർ ടെക്നോളജി 3. നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പ് 4. ഫിഷ് പ്രിസർവേഷൻ 5. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് 6. അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് 7. ഫാമിംഗ് ഓഫ് ഫുഡ് ഫിഷസ് ആൻഡ് ഷെൽ ഫിഷസ് 8. ഓർണമെന്റൽ ഫിഷ് കൾച്ചർ 9. അക്വാട്ടിക് അനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് 10. ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് 11. ഫിഷറീസ് എക്സ്റ്റൻഷൻ 12. ഫിഷറീസ് ഇക്കണോമിക്സ് 13. ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ 14. ഇങ്ങനെ 14 യൂണിറ്റുകളായി വ്യാപിച്ചു കിടക്കുന്ന 100 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക. ഓക്കെ, ഫിഷറീസ് പഠിച്ചവരെ സംബന്ധിച്ച് ഇതൊക്കെ കുറെ ഏരിയകളൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള മേഖലയാണ്. സുവോളജിക്കാരെ സംബന്ധിച്ച് ഇതിൽ യാതൊരുവിധ ടച്ചും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അതൊന്നും ഇതിന്റെ ഒരു വിഷയമേ അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഇതെല്ലാം നമ്മുടെ ബയോളജി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് സുവോളജിക്കാർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. നിങ്ങളൊന്ന് ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജനറൽ PSc പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നില്ലേ? അതൊക്കെ എന്തിന്റെ ബലത്തിലാണ്? അതൊക്കെ നിങ്ങൾ ആദ്യം തൊട്ടേ ഇരുന്ന് പഠിച്ചിട്ടല്ലേ നിങ്ങൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു അലൈഡ് ആയിട്ട് നിൽക്കുന്നതാണ് എന്നെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫിഷറീസ് ഓഫീസറിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. അപ്പോൾ നമ്മൾ സിലബസിനെ കുറിച്ച് കണ്ടു, ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് കണ്ടു. വേക്കൻസീസ് ഇത്തവണ എത്ര വേക്കൻസി വരുമോ നമുക്കറിയില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണോ വരിക, അതോ ഇനിയിപ്പോ നോട്ടിഫിക്കേഷനിൽ തന്നെ വേക്കൻസീസ് കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല. നിലവിൽ ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും പറയാൻ നിലവിൽ സാഹചര്യമില്ല. അപ്പോൾ എന്തായാലും വേക്കൻസീസ് അത്യാവശ്യം ഉണ്ടാകും എന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, അഡ്വൈസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം, നമ്മുടെ കട്ട് ഓഫ്, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എത്ര കട്ട് ഓഫ് ആയിരുന്നു ലാസ്റ്റ് തവണ ഉണ്ടായിരുന്നത്? നോക്കൂ, കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ 141 പേരാണ് ഉൾപ്പെട്ടത്. ഓക്കെ, 141 പേര് ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ നോക്കൂ 39 എന്ത് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 39 മാർക്സ് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 39 മാർക്സ്
അതിൻ്റെ മുകളിലോട്ട് വന്നവരെല്ലാവരും ഈ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് പുറകെ ഉണ്ട്, അത് വേറെ. നമ്മളിപ്പോൾ മെയിൻ ലിസ്റ്റ് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. 141 ആൾക്കാരെയാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ആണ് ഞാൻ പറഞ്ഞത്, ഈ 141 പേരിൽ 79 പേർക്ക് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലിസ്റ്റിലെ പകുതി കൂടുതൽ ആൾക്കാർക്കും ജോലി കിട്ടി. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ലിസ്റ്റിലെ പകുതി കൂടുതൽ ആൾക്കാർക്കും ജോലി കിട്ടി. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചാൽ ഒരു പകുതിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു അപ്പർ ഹാഫിൽ നിങ്ങൾക്ക് റാങ്ക് വന്നു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ അഡ്വാൻറ്റേജ് നിങ്ങൾ മനസ്സിലാക്കുക. OC കാറ്റഗറി 65 വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 79 വരെ പോയിട്ടുമുണ്ട്. അപ്പൊ ഈ എക്സാം 2023 ഏപ്രിൽ 4-ാം തീയതിയാണ് ഫിഷറീസ് ഓഫീസറിന്റെ ലാസ്റ്റ് പരീക്ഷ നടന്നത്. ഇതിന്റെ ലിസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2023 ഡിസംബർ 6-ാം തീയതിയാണ് ഫിഷറീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. വിച്ച് മീൻസ് 2026 ഡിസംബർ വരെയാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, യോഗ തീരുമാനത്തിൽ ഇത് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ അടുത്ത ഡിസംബറിൽ 2026 ഡിസംബറിൽ തീരാൻ പോകുന്ന ലിസ്റ്റ്, അതിന് മുന്നേ തന്നെ പരീക്ഷ നടത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ ലിസ്റ്റ് ഉണ്ട്. ഇനിയും പലർക്കും അഡ്വൈസ് പോകും എന്ന് നമുക്കറിയാം. അപ്പൊ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ പിന്നെ അത് മാറിപ്പോകും. അടുത്ത ലിസ്റ്റിൽ വരുന്നവർക്കായിരിക്കും പിന്നെയുള്ള ഊഴം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ വട്ടം ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്കും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് 60 ആണ് കേട്ടോ. 39 കട്ട് ഓഫ് ആയിരുന്നു എങ്കിൽ ഫസ്റ്റ് റാങ്കിൽ 60 മാർക്കാണ് കിട്ടിയത്. ഇന്റർവ്യൂവും ഉള്ള പോസ്റ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡിഗ്രി പരീക്ഷകൾക്കെല്ലാം ഇപ്പോൾ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഡിഗ്രി പരീക്ഷകൾക്ക് ഇന്റർവ്യൂ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഡിഗ്രി എക്സാംസിനെല്ലാം ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന്റെ മാർക്കുകളും കൂടെ ചേർത്തിട്ടാണ് ആ ലിസ്റ്റ് ഇടുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ പല പരീക്ഷകളും എഴുതി ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാതെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിൽക്കുന്നവരായിരിക്കും, അല്ലേ? ജനറൽ PSC എഴുതിയിട്ട് ചിലപ്പോൾ കിട്ടാത്തവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മറ്റ് എക്സാംസ് എഴുതിയിട്ട് കിട്ടാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർ ആണ് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുറച്ച് വിഭാഗം ആൾക്കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്, നല്ലൊരു പോസ്റ്റിലേക്കുള്ള ഒരു പരീക്ഷയാണ്. ഇത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ, ഇത് വളരെ നേരത്തെ തന്നെ നമ്മളിത് വീഡിയോ ആയിട്ട് ഇടുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ വളരെ നേരത്തെ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അയ്യോ ഞാനിത് അറിഞ്ഞില്ല എന്ന് പറയരുത്. നിങ്ങൾ വളരെ നേരത്തെ തന്നെ ഇത് പഠിച്ചു തുടങ്ങുക. കുറച്ച് പഠിച്ചു തുടങ്ങിയാൽ മതി. അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്കത് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നവംബർ 10-ാം തീയതി മുതൽ ഫിഷറീസ് ഓഫീസറിന്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചാണ്. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മുടെ എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സിലബസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ യൂണിറ്റ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാമായിട്ട് നല്ലൊരു ബാച്ചായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ പരീക്ഷ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ലഭ്യമാവില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എഴുന്നേറ്റ് ഓടുക, വീണ് തളർന്ന് ഇരിക്കാതെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് ഇട്ടിരിക്കാം. നിങ്ങൾക്ക് അതിൽ കയറി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നവംബർ 10-ാം തീയതി മുതൽ നമ്മുടെ ഫിഷറീസ് ഓഫീസറുടെ ബാച്ച് ആരംഭിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.